ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും മനസ്സ് ആരോഗ്യമുള്ളതാകണമെങ്കിൽ, ആന്തരിക സൗഖ്യം പ്രാപിക്കണമെങ്കിൽ കർത്താവായ ഈശോയുടെ മനസ്സ് പോലെ നമ്മുടെ മനസ്സും വിശാലം ആകണം. സാധാരണഗതിയിൽ നാം എന്താണ് ചെയ്യുക? എന്നെ സ്നേഹിക്കുന്നവരെ, എന്നെ അംഗീകരിക്കുന്നവരെ, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരെയൊക്കെ എനിക്കിഷ്ടമാണ്. അവരെയെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ഇടം കൊടുത്ത് സ്വീകരിക്കും. എന്നെ കുറ്റപ്പെടുത്തിയവരെയും കളിയാക്കിയവരെയും എന്നെ താഴ്ത്തിക്കെട്ടിയവരെയുമൊക്കെ എൻ്റെ മനസ്സിൻ്റെ പുറത്ത് ഞാൻ നിർത്തും. അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരവസ്ഥ. അവരുടെ വാക്ക് എൻ്റെ മനസ്സിൽ മുറിവായി, അവരെൻ്റെ മനസ്സിന് പുറത്തായി ഞാൻ നിർത്തിയിരിക്കുന്നു. വ്യക്തി പുറത്തും ആ വ്യക്തിയിലൂടെ സംഭവിച്ച കർമ്മം, മുറിവ്, വേദന, അതൊക്കെ നമ്മളുടെ ഉള്ളിലും ആയിരിക്കുന്ന അവസ്ഥ. നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടുകയില്ല സഹോദരങ്ങളെ. ആരെയെല്ലാമാണോ നമ്മുടെ മനസ്സിന് പുറത്താക്കിയിരിക്കുന്നത് അവരെയെല്ലാം മനസ്സിൻ്റെ അകത്താക്കണം. കർത്താവായ ഈശോ ചെയ്തതുപോലെ നമ്മുടെ മനസ്സ് വിശാലമാക്കാം. ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും മനസ്സിൽ ഇടം കൊടുത്ത് സ്വീകരിച്ചാലേ നമുക്ക് സൗഖ്യം കിട്ടൂ. നിൻ്റെ മനസ്സിന് സൗഖ്യം കിട്ടുകയുള്ളൂ. ഓരോ വിശുദ്ധ കുർബാനയിലും പൂർണ്ണ സൗഖ്യം സ്വീകരിക്കണമെങ്കിൽ എവ്രി മാസ് is a healing mass. ഓരോ വിശുദ്ധ കുർബാനയും സൗഖ്യം നൽകുന്ന തിരുബലിയാണ്. അത് കിട്ടണമെങ്കിൽ ഈശോയുടെ മനസ്സ് പോലെ എൻ്റെ മനസ്സിനെ വിശാലമാക്കണം. ആരെങ്കിലും ഇന്നലകളുടെ ജീവിതത്തിൽ നാം മാറ്റി നിർത്തിയിട്ടുണ്ടോ? പുനർപരിശോധിക്കാം. തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? വിചിന്തനം ചെയ്യാം. ഇടം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അവരെ ഇടം കൊടുത്ത് സ്വീകരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഈശോ തരുന്ന സൗഖ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും.